നമസ്കാരം. 2022 ഫെബ്രുവരി 24 മുതൽ റഷ്യ യുക്രൈനിൽ നടത്തി വരുന്ന പ്രത്യേക സൈനിക ഓപ്പറേഷൻ പാശ്ചാത്യ ശക്തികളുടെ ഇടപെടലോടെ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കെ അമേരിക്കൻ ചേരിയെ ഞെട്ടിക്കുകയും ഏറെ ആശങ്കപ്പെടുത്തുന്നതുമായ ഒരു തീരുമാനത്തിലേക്കാണ് റഷ്യ ഇപ്പോൾ ചുവടുവച്ചിരിക്കുന്നത്. ഇറാൻ ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ ശത്രു രാജ്യങ്ങളിൽ സൈനിക താവളങ്ങൾ നിർമ്മിക്കാനും അവിടെ ആണവായുധങ്ങൾ ഉൾപ്പെടെ വിന്യസിക്കാനുമുള്ള അത്യന്തം അപകടകരമായ ആലോചനയാണ് റഷ്യ ഇപ്പോൾ നടത്തുന്നത്. റഷ്യയുടെ ഒരു സൈനിക താവളം ഇറാനിൽ ഉണ്ടായാൽ ആ രാജ്യത്തെ ആക്രമിക്കുന്നത് പോയിട്ട് ആ പരിസരത്ത് കൂടി പറക്കാൻ പോലും അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ പോർ വിമാനങ്ങൾക്ക് കഴിയുകയില്ല. അമേരിക്കയ്ക്കെതിരായ പ്രതികാര നടപടി എന്ന നിലയിൽ ഏഷ്യ പസഫിക് മേഖലയിൽ ഇടത്തരം ഹ്രസ്വദൂര മിസൈലുകൾ വിന്യസിക്കുന്നതായ റിപ്പോർട്ടുകൾ റഷ്യൻ ഉപവിദേശകാര്യ മന്ത്രി സെർജി റിയാബ്കോവ തള്ളിക്കളയുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. തീർച്ചയായും ഇക്കാര്യം തങ്ങളുടെ പ്രധാന ഓപ്പറേഷനുകളിൽ ഒന്നാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ലോകത്തെ ഏത് പ്രദേശത്തും അമേരിക്കൻ ചേരിക്കെതിരായ സൈനിക പ്രതിരോധം ശക്തിപ്പെടുത്താനുള്ള സംവിധാനം റഷ്യ സജ്ജമാക്കുമെന്ന് തന്നെയാണ് മന്ത്രി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏഷ്യൻ രാജ്യങ്ങളിൽ ആദ്യഘട്ടം എന്ന നിലയിൽ മധ്യദൂര ഹ്രസ്വദൂര മിസൈലുകൾ വിന്യസിക്കാനാണ് റഷ്യ ആലോചിക്കുന്നത്. ഇങ്ങനെ ഒരു തീരുമാനത്തിൽ റഷ്യയെ എത്തിക്കാൻ നിർബന്ധിതമാക്കിയത് അമേരിക്കയാണ് എന്ന് തുറന്നു പറയാനും സെർജി റിയാബ്കോവ തയ്യാറായിട്ടുണ്ട്. പുതിയ ലോകക്രമത്തിൽ റഷ്യയുടെ ഏറ്റവും പുതിയ ഓർഷനിക് മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ ഉൾപ്പെടെ വിന്യസിക്കുന്നതിന് നിലവിൽ നിയന്ത്രണങ്ങളൊന്നുമില്ല എന്നതാണ് നയതന്ത്രജ്ഞരും ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം മിസൈൽ വിക്ഷേപണത്തെക്കുറിച്ചുള്ള അറിയിപ്പുകൾ സംബന്ധിച്ച റഷ്യയും അമേരിക്കയും തമ്മിലുള്ള 1998 ധാരണാപത്രം ഇപ്പോഴും പ്രാബല്യത്തിൽ തുടരുന്നുണ്ട്. ഈ രേഖയുടെ ചട്ടക്കൂടിൽ നിന്നും റഷ്യ വ്യതിചലിക്കാത്തത് കൊണ്ടാണ് ഓറഷനിക് മിസൈൽ യുക്രൈനിലേക്ക് തൊടുക്കുന്നതിന് മുൻപ് അമേരിക്കയെ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ പരീക്ഷണ ഘട്ടത്തിൽ നൽകിയ ഈ മുന്നറിയിപ്പ് റഷ്യ ഇനി തുടരുമോ എന്ന കാര്യത്തിൽ അമേരിക്കയ്ക്ക് സംശയമുണ്ട്. പ്രത്യേകിച്ച് നേർക്കുനേർ യുദ്ധത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഒരു മുന്നറിയിപ്പും നൽകാതെ റഷ്യ ആക്രമിക്കാനുള്ള സാധ്യത ഏറെയാണ്. തന്ത്രപ്രധാനമായ ആണവായുധങ്ങൾ വിന്യസിച്ചിരിക്കുന്ന പോളണ്ടിലെ ഉൾപ്പെടെയുള്ള യൂറോപ്പിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ സംഘർഷം വ്യാപിക്കുന്ന ഘട്ടത്തിൽ ആക്രമിക്കുമെന്ന കൃത്യമായ സൂചനയും റഷ്യൻ വിദേശകാര്യമന്ത്രി ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. ലോകത്തിന് ചുറ്റും സൈനിക താവളങ്ങൾ തുറന്ന് സംഘർഷം വിതറുന്ന അമേരിക്കയെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ റഷ്യ ഒരുങ്ങുമ്പോൾ ഈ നീക്കത്തെ എതിർക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് നാറ്റോ രാജ്യങ്ങൾ ഉള്ളത്. സോവിയറ്റ് യൂണിയന്റെ ഭീഷണി നേരിടാൻ ആ കാലത്ത് രൂപീകൃതമായ നാറ്റോ സഖ്യത്തെ സോവിയറ്റ് യൂണിയൻ ഇല്ലാതായിട്ടും പിരിച്ചുവിടാൻ തയ്യാറാകാത്ത അമേരിക്ക ഈ കരുത്ത് കാട്ടിയാണ് മറ്റു രാജ്യങ്ങളെ വിരട്ടാൻ ശ്രമിക്കുന്നത്. റഷ്യയുടെ അയൽ രാജ്യങ്ങളെ, അതായത് പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന രാജ്യങ്ങളെ ഓരോന്നായി നാറ്റോ സഖ്യത്തിൽ ചേർത്ത റഷ്യയ്ക്ക് വലിയ സുരക്ഷാ ഭീഷണി ഉയർത്തിയ അമേരിക്ക ഒടുവിൽ യുക്രൈനെയും നാറ്റോയിൽ ചേർക്കാൻ ശ്രമിച്ചതാണ് റഷ്യയുടെ സൈനിക നടപടിക്ക് കാരണമായിരുന്നത്. അമേരിക്ക, ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ്, പോളണ്ട് ഉൾപ്പെടെ 32 രാജ്യങ്ങളാണ് നിലവിൽ നാറ്റോയിൽ അംഗമായിട്ടുള്ളത്. ഈ അംഗരാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ ആരെങ്കിലും ആക്രമിച്ചാൽ ഒരുമിച്ച് പ്രതിരോധിക്കും എന്നതാണ് ഇവരുടെ നയം. ഇതുപോലെ ശക്തമായ ഒരു സൈനിക സഖ്യം ലോകത്ത് നിലവിൽ വേറെ ഇല്ല എന്നതും നാം ഓർക്കേണ്ട കാര്യമാണ്. ഈ 32 രാജ്യങ്ങളും ഏറെ ഭയക്കുന്നത് റഷ്യയെ മാത്രമാണ്. ഒറ്റക്കെട്ടായി നിന്ന് പൊരുതിയാൽ പോലും റഷ്യ എന്ന ഒറ്റ രാജ്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ നാറ്റോയ്ക്ക് കഴിയുമോ എന്നത് അമേരിക്കൻ സഖ്യകക്ഷികൾക്ക് പോലും സംശയമുള്ള കാര്യമാണ്. ഇതിലെ തന്നെ പല അംഗങ്ങളും തങ്ങൾ റഷ്യയ്ക്ക് എതിരെ ഇല്ല എന്ന നിലപാടിലാണ് ഇപ്പോഴുള്ളത്. ഇക്കാര്യം പരസ്യമായി തന്നെ ജർമ്മനിയും ഇറ്റലിയും വ്യക്തമാക്കി കഴിഞ്ഞിട്ടുമുണ്ട്. നാറ്റോ റഷ്യ യുദ്ധം സംഭവിച്ചാൽ അതോടെ ലോകാവസാനമാണ് സംഭവിക്കുക എന്നാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കരുതുന്നത്. ട്രംപ് സ്ഥാനമേൽക്കുന്നതിന് മുൻപ് സംഘർഷം വർദ്ധിപ്പിക്കാൻ നിലവിലെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നടത്തിയ നീക്കമാണ് ഇപ്പോൾ സ്ഥിതി വഷളാക്കിയിരിക്കുന്നത്. നിലവിൽ നാറ്റോ സഖ്യത്തിനെതിരെ, അതായത് അമേരിക്കൻ ചേരിക്കെതിരെ ഒരു ബദൽ രൂപപ്പെട്ടിട്ടുണ്ട്. റഷ്യയും ഇന്ത്യയും ചൈനയും ബ്രസീലും നേതൃത്വം നൽകുന്ന ബ്രിക്സ് കൂട്ടായ്മ ഇതിന്റെ തുടക്കമാണ്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള G7 കൂട്ടായ്മയേക്കാൾ ശക്തമാണ് ബ്രിക്സ് കൂട്ടായ്മ. ഈ സഖ്യത്തിലേക്ക് ഇപ്പോൾ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ പുതുതായി കടന്നു വന്നിട്ടുമുണ്ട്. ബ്രിക്സിന് പിന്നാലെ ഒരു സൈനിക സഖ്യവും ഉണ്ടാകാമെന്നത് ഈ സഖ്യത്തിലെ പല രാജ്യങ്ങളുടെയും ആഗ്രഹമാണ്. അത് ശാശ്വതമാകുമോ എന്ന ഭയം നാറ്റോ സഖ്യത്തിനും നിലവിലുണ്ട്.